ഇതിപ്പോൾ ഈ പി വിജയനുമായി ബന്ധപ്പെട്ട് ഉള്ള കള്ളമൊഴിയാണല്ലോ. അപ്പോൾ പി വിജയനാണ് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒരേ റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥർ, ഇത് ഉദ്യോഗസ്ഥർക്കിടയിലെ ഒരു ചേരിപ്പോരിന്റെ തുടർച്ചയാണ് എന്ന രൂപത്തിൽ കാണുന്നവരുമുണ്ട്. അതിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അതൊരു അടിസ്ഥാനരഹിതമായി ഈ വാദത്തിൽ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പരാതിയെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുടെ മായി ബന്ധപ്പെട്ട് അവരുടെ കൂടിയാലോചനയുടെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു നരേഷനാണ്. പി വിജയനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും പച്ചയായ എന്താ പറയുക പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. പി വിജയന് വരാനിരിക്കുന്ന പ്രൊമോഷനുകളെ തടസ്സപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് സത്യത്തിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിനെ സുജിത് ദാസ് അക്നോളജ് ചെയ്യുമെന്നാണ് കരുതിയിരുന്നത്. സുജിത് ദാസ് അത് അക്നോളജ് ചെയ്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. സുജിത് ദാസ് അങ്ങനെ പറയും എന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നതും അദ്ദേഹം സുജിത് ദാസിനോട് ആവശ്യപ്പെട്ടിരുന്നതും. പക്ഷേ ഇദ്ദേഹത്തെക്കാൾ ഇനിയും 10-30 വർഷം ഇവിടെ സർവീസുള്ള സുജിത് ദാസ് അദ്ദേഹത്തിന് അത് മനസ്സിലായി, അത് ഒരു ട്രാപ്പിലേക്ക് പോവുകയാണ് എന്നത്. സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് സുജിത് ദാസ് അത് അക്നോളജ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. DGP ഒരു അന്വേഷണം നടത്തിയിട്ടാണല്ലോ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. സ്വാഭാവികമായും സുജിത് ദാസിനെ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എവിടുന്ന് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? അജിത് കുമാറിനാണ്. അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് DGP ഇങ്ങനെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത്. അതല്ലേ അതിൻ്റെ സത്യാവസ്ഥ. അല്ലാതെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ചേരിപ്പോരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വഴി തിരിച്ചു വിടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് വഴി തിരിച്ചു വിടൽ അവരുടെ ആവശ്യമാണ്. പക്ഷേ ഇതെല്ലാം തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ശേഷിയുണ്ട് എന്നൊരു വസ്തുത അപ്പോഴും അവിടെ നിൽക്കുകയാണ്.